ചെയ്തേക്കുന്നത്. അപ്പൊ സാർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു നമ്മുടെ കീഡ് എന്ന് പറഞ്ഞത് കേരള സർക്കാരിന്റെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള ഒരു ട്രെയിനിങ് സെന്റർ ആണ്. അത് കളമശ്ശേരി HMT ജംഗ്ഷനിൽ നേരെ റോഡ് സൈഡിലല്ല, സ്വല്പം ഉള്ളിലേക്ക് കയറിയാണ്. നല്ല എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൂടി ഒരു ട്രെയിനിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവിടെ ഉണ്ട്. അവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ നടക്കുന്നു. ഇത് 1994 മുതലുള്ള ഒരു പ്രസ്ഥാനമാണ്. 2005 കൊച്ചിയിൽ അതിന്റെ സംരംഭം തുടങ്ങിയെന്നാണ് ഞാൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതില് നമ്മുടെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട. കാരണം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും എന്താണ് സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. വൻകിട വ്യവസായങ്ങളും അതിനോടൊപ്പം തന്നെ ചെറുകിട വ്യവസായങ്ങളും. ചെറുകിട വ്യവസായങ്ങൾ 100 കൂടുമ്പോൾ ചിലപ്പോൾ ഒരു വൻകിട വ്യവസായത്തിന്റെ അത്ര ആയിരിക്കും ആവത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും പലരും കൂടി നടത്തുന്ന ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ആ MSME എന്നുള്ള കൺസെപ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ പല സ്കീമുകളും അവർക്ക് സബ്സിഡി ലോണുകളും മറ്റു കാര്യങ്ങളൊക്കെ അനേകം കിട്ടുന്നുമുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ കീടുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ കിൻഫ്രയിലൊക്കെ നടക്കുന്ന എക്സിബിഷൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെ പറ്റി കൂടുതൽ അറിയാനൊക്കെ സാധിച്ചത്. അപ്പൊ ആ എക്സിബിഷൻ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. എക്സിബിഷനിൽ നമ്മുടെ ഐഡിയാസ് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇപ്പൊ കീട് എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ വ്യവസായ നഗരം എന്ന് പറഞ്ഞ കൊച്ചിയിൽ കളമശ്ശേരിയിൽ വളരെ ശാന്തമായ സ്ഥലത്താണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് വ്യവസായം അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയങ്ങളുള്ളവർക്ക് ഒരു സംശയം ചോദിക്കണമെങ്കിൽ അതിനെ പറ്റിയൊരു പ്രസ്ഥാനമാണ്. ഇൻട്രൊഡക്ഷനിൽ സാർ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ ഓഫീസ് കളമശ്ശേരിയിൽ ആണ്. വെബ്സൈറ്റ് keed.info എന്നാണ് വെബ്സൈറ്റ്. കോൺടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് KIED എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സൈറ്റ് വരും. അതേപോലെ തന്നെ ഓഫ്ലൈൻ ഓൺലൈൻ സൈറ്റ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഹോം പേജിൽ തന്നെ ഒരു ട്രെയിനിങ് കലണ്ടർ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ ഈ എടുക്കുന്ന സെഷനൊക്കെ കറക്റ്റ് സമയത്ത് അതിനകത്തേക്ക് വരുന്നുണ്ട്. ചിലത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവരും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വിവരമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഈ സെഷന്റെ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ രണ്ട് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് സെഷന്. ഒന്ന് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് വൈൽ യൂസിങ് മൊബൈൽ ഓർ ലാപ്ടോപ്പ് ഓർ മൊബൈൽ. നമ്മൾ ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ആയാലും നമ്മൾ ഒരു ചെറിയ ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് നടത്തുകയാണ് ഒരു വ്യക്തി. അവർക്കൊരു 3-4 ഡെലിവറി വാൻ ഉണ്ട്, ഒരു ഓഫീസ് ഉണ്ട്, 10-25 അല്ലെങ്കിൽ 30 സ്റ്റാഫ് ഉണ്ട്. ഓഫീസിലൊരു അക്കൗണ്ടന്റ് ഉണ്ടാവും, വേറെ 2 കാഷ്യേഴ്സ് ഉണ്ടാവും. അത് അങ്ങനെ ഒരു സ്ഥാപനം, നമ്മളൊരു മൈക്രോ സ്മോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഓഫീസിൽ ഒരു നെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടാവാം. ഒരു സ്വാഭാവികമായും ഒരു കറണ്ട് അക്കൗണ്ടും ഒരു SB അക്കൗണ്ടും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ട് SB അക്കൗണ്ടും ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ടാവും. ബാങ്ക് ലോൺ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും നെറ്റ് ബാങ്കിങ് എനേബിൾ ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്നിടത്ത് മറ്റേ QR കോഡ് വെച്ചുള്ള UPI പേയ്മെന്റ് സിസ്റ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഇതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. ഇതെല്ലാം ചിലത് മൊബൈൽ ബേസ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് സിം വേണം. അപ്പൊ സിം എടുക്കുമ്പോൾ സിം ആരുടെയും പേരിൽ എടുക്കാൻ പറ്റില്ല, സ്ഥാപന മേധാവിയുടെ പേരിലായിരിക്കണം. ആ സിം തന്നെയായിരിക്കണം ബാങ്കിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ QR കോഡ് തന്നെ പല കോപ്പി എടുത്തിട്ട് കാര്യമില്ല, അത് ഒരു അക്കൗണ്ടിലേക്ക് പോവുള്ളൂ. QR കോഡ് വഴി സ്കാൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൽ പോകും. QR കോഡ് ഇല്ലാതെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതേ ബാങ്കിന്റെ SB അക്കൗണ്ടിൽ പോകും. ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇനി അക്കൗണ്ടിലേക്ക് പണം പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, ഇതെങ്ങനെ വെരിഫൈ ചെയ്യും? ഇങ്ങനെ ഓരോ ഇഷ്യൂസിലും വീണ്ടും വീണ്ടും ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ എല്ലാ ഇഷ്യൂസും നമ്മൾ ചർച്ച ചെയ്യാൻ ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കോമൺ ആയിട്ട് നിങ്ങൾ ഒരു ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് മൊബൈൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ, അതായത് പബ്ലിക് നെറ്റ്വർക്കിലേക്ക് നമ്മൾ അത് വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈമുള്ളൂ. അത് വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ട് 1 നമ്മൾ എന്തൊക്കെയാണ് ഈ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതും മൊബൈലിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. എന്നാലും ജസ്റ്റ് ഒരു ഹിന്റ് പറയാം. പാർട്ട് 1 പാർട്ട് 1 കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർട്ട് 2 എന്ന് പറയുന്നത്. ഈ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെസ്സേജിങ് ടെക്നോളജീസ്, അതേപോലെ തന്നെ ഈ എന്താണ് ഫയർവാൾ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ കുറച്ച് പേരെ കേട്ടിട്ടുണ്ടാവും. ഫയർവാൾ 2-3 ടൈപ്പ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വന്ന ഫയർവാൾ ഉണ്ട്.
അതുകൂടാതെ വ്യവസായം നമ്മൾ ഒരു പരിധി വിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഹാർഡ്വെയർ ഫയർവാൾ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു വെക്കാൻ പറ്റും. പിന്നെ പലർക്കും ഒരു സംശയമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ വേണോ വേണ്ടയോ, അല്ലെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ കൊണ്ട് അത് ഗുണമാണോ ദോഷമാണോ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്കഷനിൽ വെക്കാം. പിന്നെ ചില മോണിറ്ററിംഗ് ടൂൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണെന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഇടാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു എങ്ങനെയാണ് ഒരു ഈ വാട്സപ്പിലും ഇതിൽ മറ്റേ മോസില ഫയർഫോക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ബ്രൗസറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് സമയക്കുറവുകൊണ്ടും പിന്നെ ഈ പാർട്ടിസിപ്പൻസിന്റെ ലെവൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളൊരു ഒരു പ്രത്യേക രീതിയിലാണ് അത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അത് നോക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെഷൻ. അപ്പൊ സെഷൻ തുടങ്ങി അധികം ബോറടിപ്പിക്കാതെ നിങ്ങളെ 1.5 മണിക്കൂർ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും കണ്ടൻസ് ഇതാണ്, പാർട്ട് 1 പാർട്ട് 2 രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കതിൽ തന്നെ പാർട്ട് 1 പാർട്ട് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാം, ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നവരാവാം. നമ്മളത് ഒരു ഓഫീസിലെ ഒരു സംഭവം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പവർ ഓൺ ചെയ്യുന്നു, അത് ബൂട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചിലർക്ക് പല ടൈപ്പ്, ചിലർക്ക് ഇതൊന്നും ഒരു സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ എങ്ങനെ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇത് എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യങ്ങളില്ലാത്തവരുണ്ട്. അത് വർക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അതങ്ങനെയാണ്, അത് നമ്മുടെ ഒരു അവകാശം പോലെയുള്ള. ചിലരങ്ങനെയല്ല, അതിനെപ്പറ്റി അറിയാനും ഇതിനെന്താണ്, ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കോഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് കൊണ്ടുനടക്കുന്ന ജനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സമയം കളയേണ്ട കാര്യമില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ലോകത്ത്, നമ്മൾ ഈ IT-യുടെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ 192 രാജ്യങ്ങളിലും, അതായത് ലോകത്തുള്ള 192 രാജ്യങ്ങളിലും ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് കൂടുതൽ വ്യത്യസ്തമായ ടൂൾസ് ഇല്ല. അപ്പൊ നമ്മളൊരു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ പുട്ടും കടലയും കഴിച്ചു. അത് നമ്മൾ കേരളത്തിലുള്ളവരുടെ പ്രഭാത ഭക്ഷണമാണ്. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അതല്ല, കർണാടകയിൽ ചെല്ലുമ്പോൾ അതല്ല, ഇന്ത്യക്ക് പുറത്ത് ചെല്ലുമ്പോൾ അതല്ല, ചൈനയിൽ ചെല്ലുമ്പോൾ അതല്ല, ജപ്പാൻ ചെല്ലുമ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് കമ്പ്യൂട്ടറിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വേൾഡ് കൺസെപ്റ്റിലാണ് പറയുന്നത്. അപ്പൊ ലോകത്ത് ഫസ്റ്റ് വന്നത് എന്ന് പറയാവുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസെപ്റ്റ് ആപ്പിളിന്റെ മാക് ആണ്. അത് 1984 റിലീസ് ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് 1967 US ഡിഫൻസിന്റെ ആവശ്യത്തിന് യുണിക്സ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് മോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങുന്നത്. 1969 എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങുന്ന സമയമാണ്. ഇലക്ട്രിക്കൽ വൈദ്യുതി കണ്ടുപിടിച്ച ഏകദേശം ഒരു 50-60 വർഷം കഴിഞ്ഞാണ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ശാഖ വരികയും അതിൽ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നത്. ആദ്യം ഇതെല്ലാം ഡിഫൻസ് ആവശ്യത്തിനാണ് ഉപയോഗിച്ചത്. 1969 അത് യുണിക്സ് എന്ന പേരിലാണ് വന്നത്. അത് ബെൽ ലാബറട്ടറീസ് US അതിന്റെ R&D ഒക്കെ നടന്നത്. അതിന്റെ ഗ്രാഫിക്സ് വേർഷൻ ലിനക്സ് എന്ന് പറഞ്ഞ് 1992 റിലീസ് ചെയ്തത്. അപ്പൊ ഈ ആപ്പിളും ലിനക്സും ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ്. അപ്പൊ നിങ്ങൾ രാവിലെ നിങ്ങളിപ്പോൾ ഒരു നാട്ടുപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അപ്പൊ നിങ്ങളൊരു ഒരേക്കർ സ്ഥലവും കുറച്ച് കൃഷിയൊക്കെ ഉള്ള ഒരാളാണ്, പശുവൊക്കെ വളർത്തുന്ന ആളാണെങ്കിൽ രാവിലെ എണീറ്റ് നിങ്ങൾ പശുവിനെ കറക്കുന്നു, പാല് നിങ്ങൾ സൊസൈറ്റിയിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ പാല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ കണക്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിലേക്കാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്. ആ പാല് കൊടുത്തേച്ച് നിങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ വരുമ്പോൾ നിങ്ങൾ പെട്രോളിന്റെ ഡിസ്പെൻസർ മെഷീൻ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് നിങ്ങൾ പെട്രോൾ അടിക്കുന്നു. ആ പെട്രോൾ അടിക്കുന്ന സമയത്ത് എത്ര ഡിസ്പെൻസർ ഉണ്ടോ അത്രയും CPU ഈ പറയുന്ന ആ പെട്രോൾ പമ്പിന്റെ ഓഫീസിനകത്ത് ഒരു മുറിക്കകത്ത് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പറ്റുന്നത്. അതിനകത്തും ഈ പറയുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോയി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ എടുക്കാൻ വേണ്ടി ATM-ൽ കയറി. ATM-ൽ കയറിയ സമയത്ത് നിങ്ങൾ ATM ക്യാഷ് മെഷീനിൽ നിങ്ങൾ കാർഡ് ഇട്ടു. അവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നതിന് പിന്നിലും പണ്ട് വിൻഡോസ് SP ആയിരുന്ന ATM-ൽ ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ATM വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു ദിവസം, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ലോഡ് ഒരു സംഭവം ഒരു വെയിൻ ബ്രിഡ്ജിൽ കൊണ്ടുപോയി തൂക്കാൻ പോയി. അവിടെ വെയിൻ ബ്രിഡ്ജിൽ അത് വെയിറ്റ് നോക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നത് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്യാൻ പോയി ഒരു ഫ്ലെക്സ് യൂണിറ്റിൽ. അവിടെ ചെന്ന ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്നതും സ്റ്റിക്കർ കട്ട് ചെയ്യുന്നതും എല്ലാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്താണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് വീട്ടിൽ വരുന്നവരെ ഒരു 10-25 കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്നുവെങ്കിൽ, ഇനി നിങ്ങൾ മെട്രോയിൽ കയറിയാലും റെയിൽവേയിൽ ചെന്നാലും എയർപോർട്ടിൽ ചെന്നാലും എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് പറയുന്നത് വിൻഡോസ് തന്നെയാണ്. മൈക്രോസോഫ്റ്റിന്റെ ആണത്. അത് ഫസ്റ്റ് റിലീസ്ഡ് 1985 ആദ്യത്തെ
ഗ്രാഫിക്കൽ മോഡിൽ വന്നത്. അത് ഡോസിനകത്താണ് ഗ്രാഫിക്കൽ മോഡിൽ വന്നത്. പിന്നെ വിൻഡോസ് 95 എന്ന് പറഞ്ഞിട്ട് 95ലാണ് വിൻഡോസിന്റെ ഓപ്പറേഷൻ റിലീസ് നമ്മുടെ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അധികം സമയം കളയുന്നില്ല. ഇനി മാക് OSന്റെ ഒക്കെ ഡീറ്റെയിൽസ് 1984 തുടങ്ങി, അന്ന് വേറെ പേരൊക്കെ ആയിരുന്നു. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സമയം ഈ സ്ലൈഡിൽ കളഞ്ഞതിന്റെ കാര്യമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. വിൻഡോസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. 1985ലാണ് ആദ്യത്തെ വിൻഡോസ്, അതായത് ഡോസിനകത്ത് നമ്മൾ വിൻഡോസും ടൈപ്പ്, ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു. ഡോസിനകത്ത് നമ്മൾ പ്രത്യേക കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോസിന്റെ സ്ക്രീൻ വരിക. പിന്നെ 1992 അത് തന്നെ വിൻഡോസ് 3.1 എന്ന് പറഞ്ഞ ആദ്യത്തെ ലോഗോ വന്നത് അന്നാണ്. പിന്നെ 1995ലാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗ്രാഫിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത്, 1995. ഞാൻ പറയാൻ കാരണം 95 നമ്മുടെ 2025 95 തമ്മിൽ എത്രയാണ്, ആക്ച്വലി 30 വർഷമേ ആയിട്ടുള്ളൂ.